ദിനാചരണത്തിൽ പങ്കെടുക്കാൻ കാക്കനാട് എത്തിയ സിനിമാ താരങ്ങൾക്കെല്ലാം പറയാനുണ്ടായിരുന്നത് സംസ്ഥാനത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്രയുടെ പരിഭവം. ഗതാഗത മന്ത്രിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും മുന്നിൽ ഇക്കാര്യം തുറന്നു പറയാൻ താരങ്ങൾ ഒട്ടും മടിച്ചില്ല. ബസ് യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ പൊതുജനങ്ങളിൽ ഒരാളാണ് നടൻ ദിലീപിനോട് കുഴി നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചത്. അപ്രതീക്ഷിത ചോദ്യം കേട്ട ദിലീപ് തന്റെ സിനിമാ ശൈലിയിൽ റോഡ് നന്നാക്കുമല്ലേ എന്ന് മന്ത്രിയോട് ഈണത്തിൽ ചോദിച്ച് മൈക്ക് കൈമാറി. ഇത് തന്നെയാണ് കാരണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും സർക്കാർ തന്നെ അല്ലേ ചെയ്യല്ലേ. തൊട്ടു പിന്നാലെ സംസാരിച്ച നടൻ സിദ്ദിഖ് റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ചും ഗതാഗത നിയമ ലംഘനത്തെക്കുറിച്ചും ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും സിനിമയിലെ പോലെ തുറന്നടിച്ചു. 15 കൊല്ലത്തെ ടാക്സ് അടപ്പിച്ചിട്ട് ഈ കുണ്ടും കുഴിയും ചെളിയും മാത്രമുള്ള റോഡിൽ ഞങ്ങൾക്ക് കാർ ഓടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നടി രമ്യ തമ്പീശനും പറഞ്ഞത് റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച്. റോഡ് നന്നാക്കിയാൽ ബസ്സുകളിൽ കയറാൻ കൂടുതൽ പേർ തയ്യാറാകുമെന്നും രമ്യ അഭിപ്രായപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കണം. പിന്നെ വേറൊരു അഭ്യർത്ഥന, നമ്മുടെ നിരത്തുകൾ കൂടുതൽ സഞ്ചാരയോഗ്യമാക്കണമെന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ഗതാഗത മന്ത്രിയെ കൂടാതെ മേയറും മറ്റ് കൌൺസിലർമാരും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും ജില്ലാ കളക്ടറും ഒക്കെ ഇരിക്കെയാണ് താരങ്ങൾ തിരക്കഥയിലില്ലാത്ത ഡയലോഗുകൾ തൊടുത്തത്. റോഡിന്റെ കാര്യമായതിനാൽ ജനം കൈയടിക്കുകയും ചെയ്തു. മനോരമ ന്യൂസ്, കൊച്ചി.